ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക്. അസ്ലം സാറാണ്. ഉഷാറല്ലേടാ മക്കളെ? മെലാറ്റോണി എന്താണ്? മെലാറ്റോണി എന്ന് കണ്ടപ്പോൾ തന്നെ എൻ്റെ മക്കൾക്ക് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ മക്കളെ? ഈ ഒരു മെലാറ്റോണി പഠിച്ചു കഴിഞ്ഞാൽ 4 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇത് നിങ്ങളെ സെക്കൻഡ് ചാപ്റ്ററായ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സിൽ നിന്നും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ എന്താണ് മെലാറ്റോണി? നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കില്ല എടാ. ഈ മെലാറ്റോണി എന്താണെന്ന് പറയുന്നതിന് മുന്നേ മക്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, സെറ്റാക്കാം മക്കളെ. എന്താണ് മെലാറ്റോണി? മെലാറ്റോണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സിൽ നിങ്ങൾക്കറിയാം കുറച്ച് പേരുകൾ പഠിക്കാനുണ്ട്. ആ പേരുകളാടാ ഇവർ. എടാ മെലാറ്റോണി എന്താണ്? മേ എന്ന് പറയുമ്പോൾ മക്കളെ മറ്റാരുമല്ല നമ്മുടെ മെൻ്റലീവ്സ് ആണ് മക്കളെ. ആരാണ് മക്കളെ? മെൻ്റലീവ്സ്. അപ്പം മെൻ്റലീവ്സ് എന്ന് പറഞ്ഞാൽ മലയാള മീഡിയക്കാർ മെൻ്റലീഫ് എന്നാണ്. ഓക്കെ, അപ്പോൾ മേ എന്ന് പറയുമ്പോൾ മെൻ്റലീവ്സ് ആണ്. ലാ എന്ന് പറയുമ്പോൾ ലാവോസിയ. ആരാ മക്കളെ? ലാവോസിയ. ഇതും നമ്മൾ ലാവോയിസിയർ എന്നാണ്, പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ ലാവോസിയ എന്നാണ്. അടുത്താണ് മക്കളെ ഡൊബറൈനർ. ആരാ മക്കളെ? ഡൊബറൈനർ ആണ്. അടുത്താണ് മക്കളെ ന്യൂലാൻഡ്സ്. ആരാ മക്കളെ? ന്യൂലാൻഡ്സ്. അപ്പൊ പേര് പഠിച്ചില്ലേടാ? അരമക്കളെ മേ എന്ന് പറയുമ്പോൾ മെന്റലീഫ് ആണ്, ലാ എന്ന് പറയുമ്പോൾ ലാവോസിയർ ആണ്, ഡോ എന്ന് പറയുമ്പോൾ ഡൊബറൈനർ ആണ്, നീ എന്ന് പറയുമ്പോൾ ന്യൂലാൻഡ്സ് ആണ്. പഠിച്ചു വെച്ചോ. അപ്പോൾ ഈ 4 പേര് എൻ്റെ മക്കൾ പഠിച്ചില്ലേ? ഇനി 4 പേര് വെച്ചിട്ട് ഇവർ കണ്ടെത്തിയത് എന്താണ്? ഇവർ ഒബ്സർവേഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവർ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. എടാ മെന്റലീഫ് എന്ന് പറയുമ്പോൾ ദ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിളിന്റെ ഫാദർ ആണ് മക്കളെ. പക്ഷെ മെന്റലീഫ് ഭയങ്കര മാസാടാ. ഭയങ്കര മാസം എന്ന് പറഞ്ഞാൽ മൂപ്പര് എന്തിന്റെ ബേസിലാണ് മക്കളെ കണ്ടെത്തിയത്? അറ്റോമിക് മാസ് ആണ് കണ്ടെത്തിയത്. എന്താ കണ്ടെത്തിയ മക്കളെ? അറ്റോമിക് മാസ്. അപ്പോൾ അദ്ദേഹം പീരിയോഡിക് ടേബിൾ ഒബ്സർവ് ചെയ്തു, അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് കണ്ടെത്തി. അദ്ദേഹം കണ്ടെത്തിയത് എന്തിൻ്റെ ബേസിലാടാ? അറ്റോമിക് മാസിൻ്റെ ബേസിലാണ്. അതെന്നെ മക്കളെ എന്ത് ചെയ്യരുത്? മറക്കരുത്. അടുത്താണ് മക്കളെ ലാവോസിയർ എന്ന് പറഞ്ഞാൽ ലാവോസിയ എന്ന് പറയുമ്പോൾ അന്ന് അറിയപ്പെട്ട 30 എലമെന്റ്സിനെ മൂപ്പർ എന്താക്കി തിരിച്ചടാ? മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. എന്താ മക്കളെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ അന്നറിയപ്പെട്ട മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും മൂപ്പര് തിരിച്ചു. ഇത് പ്ലസ് 1 പഠിക്കാനുള്ളതാട്ടോ. 9ാം ക്ലാസ്സിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് മുന്നേ ഇതൊക്കെ എൻ്റെ 8ാം ക്ലാസ്സിലെ മക്കൾ പഠിച്ചു പോകണം. അപ്പോൾ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നാക്കി തിരിച്ചു. അടുത്താണ് മക്കളെ ഡൊബറൈനർ. എന്താ മക്കളെ ഡൊബറൈനർ എന്ന് പറഞ്ഞാൽ അന്ന് കണ്ടെത്തിയതാണ് മക്കളെ ട്രയാഡ്സ്. എന്താ മക്കളെ ട്രയാഡ്സ് എന്ന് പറഞ്ഞാൽ? ത്രികങ്ങളെന്ന് പറയും. എന്താ മക്കളെ ത്രികങ്ങൾ എന്ന് പറയുമ്പോൾ? ത്രികങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ സ്വഭാവം കാണിക്കുന്ന 3 എലമെന്റ്സ് ഉള്ള 3 ഗ്രൂപ്പ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ലീനക്കുട്ടി. ആരാ മക്കളെ? ലീനക്കുട്ടി എന്ന് പറയുമ്പോൾ ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം. അതായത് ലിത്തിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഏകദേശം ശരാശരി ഇക്കാരം ആര് മക്കളെ? സോഡിയം. അതായത് 1ൻ്റെയും 3ൻ്റെയും ശരാശരിയാണ് മക്കളെ 2 എന്ന് പറഞ്ഞാൽ ആ സംഖ്യ കിട്ടും. അതന്നെ മക്കൾ പഠിക്കും. ഇപ്പോൾ ഉദാഹരണം 1ൻ്റെയും 10ൻ്റെയും ഇടയിൽ വരുന്നത് എന്താ? 5 ആണ്. അപ്പോൾ 1ഉം 10ഉം കിട്ടിയത് കൊണ്ടാണല്ലോ നമുക്ക് 5 കിട്ടിയത്. ഞാൻ ചോദിക്കട്ടെ, 1ൻ്റെയും 50ൻ്റെയും ഇടയിൽ എന്താ വരുന്നത്? 25 ആണ്. നമുക്കളുടെ ഞാൻ ചോദിക്കട്ടെ, 1ൻ്റെയും 100ൻ്റെ ഇടയിൽ വരുന്നത് എന്താണ്? എത്രയാണ്? 50 അല്ലേ? അപ്പോൾ ഇങ്ങനെ 1ഉം 3ഉം കിട്ടിയാൽ രണ്ടാമത്തത് കിട്ടുമെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ 1ൻ്റെയും 3ൻ്റെയും ശരാശരി ഇക്കാരം 2 എന്നാണ് പറഞ്ഞത്. അവസാനത്താണ് മക്കളെ ന്യൂലാൻഡ്സ്. ആരാ മക്കളെ ന്യൂലാൻഡ്സ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് കണ്ടെത്തിയാണ് മക്കളെ ലോ ഓഫ് ഒക്ടേവ്സ്. എന്താ മക്കളെ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുമ്പോൾ? ലോ ഓഫ് ഒക്ടേവ്സ് അല്ലെങ്കിൽ ലോ ഓഫ് ഒക്ടറ്റ് എന്ന് പറയാം, അഥവാ അഷ്ടക നിയമം അല്ലെങ്കിൽ അഷ്ടമ നിയമം എന്ന് പറയാം. ഇദ്ദേഹം കണ്ടെത്തിയത് എന്താടാ? 1ൻ്റെ ആവർത്തനമാണ് 8 എന്ന് പറഞ്ഞാൽ 1ൻ്റെ ആവർത്തനമാണ് 8 എന്ന് പറഞ്ഞാൽ മക്കൾ പഠിച്ചിട്ടില്ലേ? അല്ലല്ല, അത് വേറെ പാട്ടില്ലേ മക്കളെ? സരിഗമ പദനിസ, സരിഗമ പദനിസ, 1ലും സ 8ലും സ. അപ്പോൾ ഒന്ന് എണ്ണിക്കോടാ. 1 2 3 4 5 6 7 8. അപ്പോൾ 1ൻ്റെയും 1ൻ്റെ ആവർത്തനമാണ് മക്കളെ എന്തെന്ന് പറഞ്ഞാൽ 8 എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ എൻ്റെ മക്കൾ പഠിച്ചു വെച്ചതാണ്. അപ്പോൾ ഇതൊരു കോഡിലൂടെ പറഞ്ഞു എന്നുള്ളൂ. മെലാറ്റോണി മറക്കരുത്. അപ്പോൾ ഇവർ കണ്ടെത്തിയ ആൾക്കാരെ പഠിച്ചു വെക്കുക. മെന്റലീഫ് എന്താ കണ്ടെത്തിയത്? അറ്റോമിക് മാസ് ആണ്. ലാവോസിയ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആണ്. ഡൊബറൈനർ ട്രയാഡ്സ് ആണ്. ന്യൂലാൻഡ്സ് ഒക്ടേവ്സ് ആണ്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. മക്കളെ സെറ്റാക്കി പഠിക്കുക. അപ്പോൾ മക്കൾക്ക് ഈ വീഡിയോ
ഉപകാരപ്പെട്ടില്ലേടാ, എക്സാമിന് മാർക്ക് വാങ്ങില്ലേടാ. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇനി എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല കണ്ടൻറ്റ് വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യുക. നിങ്ങൾ ഓണം എക്സാം അല്ലേ, ഓണം എക്സാം തകർത്ത് വരണ്ടേ. അപ്പോൾ അതിൻ്റെ ലൈവുമായിട്ടൊക്കെ നമ്മൾ വരും. ഓണം, ക്രിസ്മസ്, പബ്ലിക് ഏത് എക്സാം ആയിക്കോട്ടെ, ഈ ഒരു കോഡ് എൻ്റെ മക്കളെ മനസ്സിലുണ്ടാവണം. ഇപ്പോൾ നിങ്ങൾക്ക് എന്താടാ ഓണം എക്സാം ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ഓണം ഓഫറായിട്ട് ഈ ഒരു എമൗണ്ടിൽ മക്കൾക്ക് എന്ത് ചെയ്യാം കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളവരെന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് മക്കൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ മറക്കല്ലേ, പഠിക്കാൻ മറക്കല്ലേ. സെറ്റാക്കടാ, സീടാ.